നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ തകർന്നു വീണ AI-171 ബോയിങ് വിമാനം അത് രാജ്യത്തിന് തീർത്ത നടുക്കം വലുതാണ്. നമുക്കറിയാം, ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു, ബാക്കി ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാവരും മരിച്ചു. മാത്രമല്ല, അത് ഇടിച്ചിറങ്ങിയത് ഒരു ഹോസ്റ്റലിലേക്കാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ദാരുണാന്ത്യം സംഭവിച്ചു. ഈ സംഭവ വികാസങ്ങളൊക്കെ രാജ്യത്തെ നടുക്കിയതാണ്, നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ മുറിവുകൾ നമുക്കിപ്പോഴും ഉണങ്ങിയിട്ടില്ല. അതിനിടയിലാണ് അതിനേക്കാളൊക്കെ നടുക്കുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. വിമാനത്തെ സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനം തകർന്നത് പൈലറ്റ് മനഃപൂർവ്വം ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് കൊണ്ടാണെന്നാണ്. ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നു എന്ന സൂചന ഇറ്റാലിയൻ മാധ്യമം നൽകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു സൂചന അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. കോക്പിറ്റിലെ വോയിസ് റെക്കോർഡുകൾ പരിശോധിച്ചു. അതിൽ നിന്നും 2 എഞ്ചിനുകൾ നിശ്ചലമാക്കുന്ന രീതിയിൽ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് പൈലറ്റ് ആണെന്ന് വ്യക്തമായതായ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ അത് മനഃപൂർവ്വം ഓഫ് ചെയ്തതാണ് എന്നതടക്കമുള്ള, അതായത് ഇത് പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ഉയർന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു അന്തിമത്തിലേക്ക് വരുമ്പോൾ, ഒരു നിഗമനത്തിലേക്ക് വരുമ്പോൾ അത് ഉറപ്പിക്കുകയാണോ എന്ന സംശയമാണ് നിലവിൽ ഉയരുന്നത്. വിമാനത്തിന്റെ കമാൻഡറായിരുന്ന സുമീത് സബർവാളിന് നേരെയാണ് അന്വേഷണ സംഘം പ്രധാനമായും സംശയം ഉന്നയിക്കുന്നത്. ഈ അപകടത്തിൽ സുമീത് സബർവാളും കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ വ്യോമയാന സുരക്ഷാ നിലവാരം പുനഃപരിശോധിക്കുമെന്ന് US ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മനുഷ്യ സഹജമായ പിഴവ് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ജൂൺ 12-നാണ് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടനെ വിമാനം ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീണത്. അപകടത്തിൽ 260 പേരാണ് കൊല്ലപ്പെട്ടത്. പൈലറ്റ് അസോസിയേഷനുകളും സബർവാളിന്റെ കുടുംബവും ഈ ആരോപണങ്ങൾ തള്ളിയിരുന്നു. അതായത് ഈ പൈലറ്റിന് നേരെയുള്ള ആരോപണങ്ങൾ പൈലറ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ സബർവാളിന്റെ കുടുംബം അടക്കമുള്ളവർ തള്ളി. വിമാന നിർമ്മാതാക്കളെയും എയർലൈനിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചത്. അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുള്ള ഭാഷയിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുമായിരുന്നു റിപ്പോർട്ടിൽ, ഇറ്റാലിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പൈലറ്റ് മനഃപൂർവ്വമായി ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കിയത് കൊണ്ടാണ് ആ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നുണ്ടോ, എന്നൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നതുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന അന്തിമ റിപ്പോർട്ട് ഇത്തരത്തിലാണെന്നാണ് ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ വ്യക്തമാക്കുന്നത്. വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് നയിക്കപ്പെടുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സംഭവത്തിൽ വ്യോമയാന അപകടാന്വേഷണ ബ്യൂറോ നടത്തുന്ന പരിശോധനയുടെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും അടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പൈലറ്റിൽ ഒരാളുടെ പിതാവ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി നിർദ്ദേശം. അതേസമയം 787 വിമാനങ്ങൾ സുരക്ഷിതമല്ലെന്നും ഇവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുമാണ് 8000-ഓളം പേരടങ്ങുന്ന പൈലറ്റ്സ് അസോസിയേഷൻ സംഘടനയുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.